സ്ത്രീകളെ അധിക്ഷേപിച്ച RMP നേതാവ് KS ഹരിഹരനെതിരെ പോലീസ് കേസെടുത്തു. മഹിളാ അസോസിയേഷൻ നൽകിയ പരാതിയിലാണ് വടകര പോലീസ് കേസെടുത്തത്. കേസിനെ നിയമപരമായി നേരിടുമെന്ന് ഹരിഹരൻ 24നോട് പറഞ്ഞു. KS ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സ്ത്രീത്വത്തെ അപമാനിക്കൽ, സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് വടകര പോലീസ് RMP നേതാവിനെതിരെ കേസെടുത്തത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി K. പുഷ്പജ നൽകിയ പരാതിയിലാണ് വടകര പോലീസ് കേസെടുത്തത്. മഹിളാ അസോസിയേഷനു പുറമെ ഡിവൈഎഫ്ഐയും DGPക്ക് പരാതി നൽകിയിരുന്നു. കേസ് നിയമപരമായി നേരിടുമെന്ന് KS ഹരിഹരൻ 24നോട് പറഞ്ഞു. ജനങ്ങളോട് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞ ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഞാനാണ്. മറ്റുള്ളവരൊന്നും പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്കെതിരെ കേസെടുത്തൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും കേസിനെ നിയമപരമായിട്ട് നേരിടും. പരാമർശം തള്ളിക്കളയുന്നതുകൊണ്ട് പാർട്ടി എന്നെ തള്ളിക്കളയുന്നു അർത്ഥമില്ല. പാർട്ടി എനിക്കൊപ്പം ഉണ്ട്. ഇന്നലെ രാത്രി ഹരിഹരന്റെ വീടിന് നേരെ സ്ഫോടന വസ്തു എറിഞ്ഞ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊണ്ടോട്ടി ഡിവൈഎസ്പി AM സിദ്ദിഖ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഫോടക വസ്തു വീടിന്റെ ചുറ്റുമതിലിൽ തട്ടിപ്പൊട്ടുകയായിരുന്നു. ഇരുചക്രവാഹനത്തിലെത്തിയ 2 പേരാണ് ആക്രമണം നടത്തിയതെന്നും പിന്നിൽ CPM ആണെന്നും ഹരിഹരൻ ആരോപിച്ചു. CPM അല്ലാതെ വേറൊരാളും ഇതിന് പിന്നിലില്ല. CPMന്റെ സ്വഭാവം വെച്ചിട്ട് അവരങ്ങനെ പെട്ടെന്ന് ആക്രമണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന രീതിയില്ല. ഇപ്പോൾ ആക്രമണം നടന്നാൽ ഗുണഭോക്താവാരെന്ന് എല്ലാവർക്കും അറിയാമെന്നായിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V. വസീഫിന്റെ മറുപടി. ആരുടെ ആഗ്രഹമായിരിക്കും ഹരിഹരന്റെ വീടിന് നേരെ ബോംബെറിയുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമം നടക്കുക എന്നുള്ളത്? അവരുടെ ആഗ്രഹമായിരിക്കും. 24 കോഴിക്കോട്.